അടിമയായി തീരുക എന്ന അത്യുന്നതമായ ആദർശമാണ് നമ്മൾക്ക് ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ 1920കളിലും 2025ലും നമ്മൾക്ക് സമർപ്പിക്കാനുള്ളത്. ഹബീബുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സന്ദേശമാണ്. ഈ രാജ്യത്ത് കേരള നദ്വത്തുൽ മുജാഹിദീൻ 1920കളിൽ ഈ രാജ്യത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് ശക്തമായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നവോത്ഥാന വീതിയിൽ ഇവിടെയുള്ള പൗരോഹിത്യത്തിനെതിരെ, ഇസ്ലാമിലെ ചൂഷണത്തിനും അതുപോലെ തന്നെ ഇസ്ലാമിലെ അന്ധവിശ്വാസങ്ങൾ, മുസ്ലിമീങ്ങൾക്കിടയിലെ അന്ധവിശ്വാസത്തിനും എതിരെ വിശുദ്ധ ഖുർആൻ, ഹബീബായ പ്രവാചകന്റെ അതിൻ്റെ വിവരണമായ വസീയത്തുകൾ, അതാണ് പ്രമാണം, അതാണ് നമ്മുടെ മാർഗരേഖ, അതാണ് നമ്മുടെ ജീവിത മാർഗരേഖ എന്നുള്ളത് ഈ ഉമ്മത്തിനെ പഠിപ്പിക്കാൻ വേണ്ടി കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ മുൻകാല പണ്ഡിതന്മാർ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ രാജ്യത്തിൻ്റെ മുഖ്യധാരയിൽ, ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി 1920കൾ മുതൽ 1947 രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് വരെ ഈ രാജ്യത്തിലെ മുഴുവൻ മുസ്ലിമീങ്ങൾക്കും നേതൃത്വം വഹിച്ച രാജ്യസ്നേഹവും രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവും വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്ന് പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിനിടയിൽ ശക്തമായി പ്രവർത്തിച്ചു. വക്കം മൗലവി എന്ന പേരിൽ അറിയപ്പെടുന്ന വക്കം അബ്ദുൽ ഖാദർ മൗലവി തിരുവനന്തപുരത്തെ അദ്ദേഹത്തിൻ്റെ സ്വത്ത് 5 ഏക്കർ ഭൂമി തിരുവനന്തപുരം നഗരത്തിൽ വിറ്റുകൊണ്ട് ഒരു പ്രസ് വാങ്ങി സ്വദേശാഭിമാനി എന്ന പത്രം സ്ഥാപിച്ചു. ആ പത്രത്തിൻ്റെ അമരക്കാരനായി രാമകൃഷ്ണപിള്ള എന്ന ഒരു മനുഷ്യനെ നിയോഗിക്കുകയും ഈ രാജ്യത്ത് ആ മനുഷ്യൻ പിന്നീട് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ചരിത്രം നാം വായിക്കുകയാണെങ്കിൽ ആ സ്വാതന്ത്ര്യത്തിൻ്റെ പടയോട്ടത്തിൽ വക്കം മൗലവിയെപ്പോലെ, KM മൗലവിയെപ്പോലെ, ഈ മൊയ്ദ് മൗലവിയെപ്പോലെ, MCC സഹോദരന്മാരെ പോലെ കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ നവോത്ഥാന നായകരും നേതാക്കളും പണ്ഡിതന്മാരും ശക്തമായി പ്രവർത്തിച്ചിട്ടുണ്ട്. മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ മുന്നണി പോരാളികളായി അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെ, വക്കം മൗലവിയെ പോലെ, ഈ മൊയ്ദ് മൗലവിയെ പോലുള്ള ആളുകൾ നിലയുറപ്പിച്ച സമയത്ത്, അതേ സമയത്ത് തന്നെ സാമുദായിക രാഷ്ട്രീയ പ്രവർത്തനത്തിന് ദിശാബോധം നൽകി നേതൃത്വം വഹിച്ച സീതി സാഹിബിനെ പോലെ, KM മൗലവിയെ പോലുള്ള പണ്ഡിതന്മാരെയും നേതാക്കന്മാരെയും വിസ്മരിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിനോ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ചരിത്രത്തിനോ ഒരു അധ്യായം കുറിക്കാൻ സാധിക്കാത്ത വിധം ഈ രാജ്യത്തിൻ്റെ മുഖ്യധാരയിൽ കേരള നദ്വത്തുൽ മുജാഹിദീൻ നിലയുറപ്പിച്ചിട്ടുണ്ട്. കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ പൂർവകാല പണ്ഡിതന്മാരും നേതാക്കന്മാരും ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ഉയർച്ചയ്ക്ക് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി അടിയുറച്ച ശബ്ദവും അടിയുറച്ച കാൽപാദവുമായിട്ട് ചരിത്രം ഇവിടെ കുറിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മെ മാറ്റി നിർത്തി ഇന്ത്യയുടെ ചരിത്രം രചിക്കാൻ സാധ്യമല്ലാത്ത രൂപത്തിൽ ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ സാന്നിധ്യം കുറിച്ച സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പോരാട്ട വീതിയിൽ ഒരുപാട് വിശ്വാസികളായ മുസ്ലിമീങ്ങൾ രക്തസാക്ഷിത്വം വരിച്ചിട്ടുണ്ട്. 920 മുതൽ 947 കാലഘട്ടത്തിനിടയ്ക്ക് വിശ്വാസികളായ മുസ്ലിം ഉമ്മത്തിലെ സാധാരണക്കാരിൽ സാധാരണക്കാരായ വിശ്വാസികളായ പൗരന്മാർ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചവരാണ്. ബ്രിട്ടീഷുകാരുടെ ആ തോക്കിൻ മുമ്പിൽ സധീരം നിന്ന്
യാതൊരു മടിയുമില്ലാതെ രാഷ്ട്ര നന്മക്ക് വേണ്ടി, രാഷ്ട്ര പുരോഗതിക്ക് വേണ്ടി, രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവരാണ് വിശ്വാസികൾ. ഈ ആധുനിക കാലഘട്ടത്തിൽ 2015 വരെയുള്ള കാലഘട്ടം വിശ്വാസികളുടെ കരുത്തുള്ള, നന്മയുള്ള, ഉയർന്നു നിൽക്കുന്ന കാലമായിരുന്നു. അതിനുശേഷം ചെറിയ തരത്തിലുള്ള പ്രയാസങ്ങൾ, പീഡനങ്ങൾ, മർദ്ദനങ്ങൾ, വർഗീയപരമായ ചിന്തകളൊക്കെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായാലും മുസ്ലിമീങ്ങൾ രാജ്യത്തിൻ്റെ പൊതു നന്മയ്ക്ക് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി, ഉയർച്ചയ്ക്ക് വേണ്ടി, ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ മതേതരത്വ കാഴ്ചപ്പാടിന് വേണ്ടി, ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ നിലനിൽപ്പിന് വേണ്ടി ഇന്നും കഠിനാധ്വാനം ചെയ്യുന്നു. അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്ന് വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് ഹബീബുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ ഉയർത്തിപ്പിടിച്ച് പ്രവാചകന്റെ വസീയത്തുകൾ മാതൃകയായി സ്വീകരിച്ച് രാഷ്ട്രത്തിൻ്റെ പൊതു നന്മയിൽ രാജ്യത്തിലെ മുഴുവൻ വിശ്വാസികളെയും ഒരുമിച്ച് ചേർക്കാൻ കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർക്ക് സാധിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ, ഈ രാജ്യത്തിന് നാം നൽകിയ, ഈ രാജ്യം നമുക്ക് നൽകുന്ന അംഗീകാര പത്രവും അത് തന്നെയാണ്. പ്രിയമുള്ളവരെ, അതോടൊപ്പം തന്നെ കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ പണ്ഡിതന്മാർ, കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ, കേരള മുസ്ലിം ഐക്യ സംഘത്തിൻ്റെ നേതാക്കന്മാർ, പണ്ഡിതന്മാർ, അവർ ഈ രാജ്യത്തെ മുസ്ലിമീങ്ങളെ വളർത്തിക്കൊണ്ടുവരാൻ, അന്ധവിശ്വാസത്തിൽ നിന്ന്, ചൂഷണത്തിൽ നിന്ന് മുസ്ലിമീങ്ങളെ ഈ നന്മയുടെ മാർഗത്തിലേക്ക്, അടിയുറച്ച തൗഹീദി വിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഇസ്ലാമിൻ്റെ പ്രമാണം അത് വിശുദ്ധ ഖുർആനാണ്. വിശ്വാസികൾ സ്വീകരിക്കേണ്ട മാർഗരേഖ അത് വിശുദ്ധ ഖുർആനാണ്. ഹബീബായ പ്രവാചകന്റെ വസീയത്തുകളാണ്, സാരവത്തായ ഉപദേശമാണ്. രാജ്യത്ത് പലതരത്തിലുള്ള ഭിന്നതകൾ മുസ്ലിമീങ്ങൾക്കിടയിൽ ഉണ്ടായപ്പോൾ കേരള മുസ്ലിം ഐക്യസംഘം എന്ന പേരിൽ കേരളത്തിലെ മുഴുവൻ മലയാളി മുസ്ലിമീങ്ങളെയും ഒരു ചരടിൽ കോർത്തിണക്കി നേരെ ഐക്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ഒരുമയുടെ പാത തെളിച്ചത് കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ നേതാക്കളായിരുന്നു. അങ്ങനെയാണ് കേരള ജമിയത്തുൽ ഉലമ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന പണ്ഡിത സഭ 924 ഈ കേരള ചരിത്രത്തിൽ ഒന്നാമത്തെ പണ്ഡിത സഭ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത് കേരള ജമിയത്തുൽ ഉലമയാണ്. അതിനുശേഷമാണ് 926 അതിൽ നിന്ന് പിരിഞ്ഞുപോയി കേരള ജമിയത്തുൽ ഉലമയിൽ നിന്ന് പിരിഞ്ഞുപോയ ഒരു സംഘമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന പേരിൽ മറ്റൊരു പണ്ഡിത സഭ രൂപീകരിച്ച് ഈ മുസ്ലിം ഐക്യത്തെ പിളർത്തി മാറിപ്പോയത്. കേരള നദ്വത്തുൽ മുജാഹിദീൻ പ്രസ്ഥാനം പിളർന്നു പോകുന്നു എന്ന് സമസ്ത ഇന്ന് ആരോപിക്കുന്നുവെങ്കിൽ, ഒന്നാമത് കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ പണ്ഡിത സഭയിൽ നിന്ന് ആദ്യമായി പിരിഞ്ഞു പോയിട്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയുണ്ടാക്കിയത് എന്ന ചരിത്രം കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ തലമുതിർന്ന നേതാക്കന്മാർക്കും തലമുതിർന്ന പ്രായമെത്തിയ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾക്കും നവോത്ഥാന പ്രസ്ഥാനത്തിന് നേതൃത്വം വഹിച്ച ആളുകൾക്കും അറിയുന്ന കാര്യമാണ്. ഈ രാജ്യത്തെ മഹാനായ മുൻ ജനറൽ സെക്രട്ടറി AP അബ്ദുൽ ഖാദർ മൗലവി അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ പലപ്പോഴും നാം കേൾക്കുന്നൊരു സന്ദേശമുണ്ട്. അദ്ദേഹം താമസിച്ചിരുന്നത് എടവണ്ണയുടെ തൊട്ട പ്രദേശമായ പത്തപ്പിരിയത്താണ്. പത്തപ്പിരിയത്ത് അദ്ദേഹം താമസം തുടങ്ങിയ സമയത്ത് അവിടെ
ശൈത്താൻ കൂക്ക് എന്നൊരു കൂക്കുണ്ടായിരുന്നു. രാത്രിയായാൽ സ്ത്രീകള് കിടന്നുരുണ്ട് അപസ്മാര രോഗികളെപ്പോലെ കിടന്നുരുണ്ട് കൂക്കിയാർത്ത് ചെകുത്താൻ കേറിയതാണ് എന്ന ഒരു സന്ദേശം ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുകയും ചെകുത്താനെ ഭയപ്പെട്ട് പേടിയോടെ ശൈത്താനെ ഓർക്കുകയും ശൈത്താനെ കുറിച്ച് പറയുകയും ഇല്ലാത്ത ഒരുപാട് കഥകൾ പറഞ്ഞുണ്ടാക്കി മുസ്ലിയാക്കന്മാരും പുരോഹിതന്മാരും തട്ടിപ്പിന്റെ ചൂഷണത്തിന്റെ ചികിത്സക്ക് നേതൃത്വം വഹിക്കുകയും ചെയ്ത സമയത്ത് കേരള നദുവത്തുൽ മുജാഹിദീന്റെ നേതാക്കന്മാരും പണ്ഡിതന്മാരും വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് ഹബീബായ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഥ പറഞ്ഞുകൊണ്ട് പൂർവീകരായ പ്രവാചകന്മാർ പഠിപ്പിച്ച ആദർശധീരമായ ചരിത്രങ്ങൾ എടുത്തുദ്ധരിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന് ദിശാബോധം നൽകി. മുസ്ലിമീങ്ങൾ പഠിക്കാത്തവരായിരുന്നു. മുസ്ലിമീങ്ങളായ ആളുകൾക്ക് അക്ഷരം അറിയാത്തവരായിരുന്നു. അവർക്കറിയുന്നത് ആകെ അറബി മലയാളം എന്ന ഒരു ലിപി മാത്രമാണ്. ആ ലിപിയിൽ എഴുതിയ മാലപ്പാട്ടുകൾ, ആ ലിപിയിൽ എഴുതിയ അതുപോലുള്ള ഒരുപാട് പാട്ടുകൾ, നഫീസത്ത് മാല പോലെ, മുഹൈദ്ദീൻ മാല പോലെ, റിഫായി മാല പോലുള്ള മാലപ്പാട്ടുകൾ അത് വൈകുന്നേര സമയങ്ങളിൽ അവർ പാടിക്കൊണ്ടിരിക്കും. മഗ്‌രിബ് കഴിഞ്ഞാൽ അവർ പിന്നീട് ഒന്നുകിൽ നഫീസത്ത് മാലയാണ്, അല്ലെങ്കിൽ മുഹൈദ്ദീൻ മാലയാണ്, അല്ലെങ്കിൽ റിഫായി മാലയാണ്. അതുപോലെ 100-200 മൗലീദ് ഏടുകളിലുള്ള അറബി മലയാളത്തിലുള്ള മാലപ്പാട്ടുകൾ സ്ത്രീകൾ വീട്ടിൽ പാടിക്കൊണ്ടിരിക്കും. വിശുദ്ധ ഖുർആന്റെ പാരായണമില്ല, വിശുദ്ധ ഖുർആന്റെ പഠനമില്ല, അറബ് ഭാഷ അറിയില്ല, അറബ് അക്ഷരം അറിയില്ല. മലയാളം പഠിക്കണം എന്ന് പറയാൻ സത്യവിശ്വാസികളായ മുസ്ലിമീങ്ങൾ മലയാളം പഠിക്കണമെന്ന് പഠിപ്പിച്ചത് കേരള നദുവത്തുൽ മുജാഹിദീൻ പ്രസ്ഥാനമാണ്. ഈ സമൂഹം അക്ഷരാഭ്യാസം ഉണ്ടായാൽ, ഇംഗ്ലീഷ് പഠിച്ചാൽ, മലയാളം പഠിച്ചാൽ, അതുപോലുള്ള വിദ്യാഭ്യാസം ഉണ്ടായാൽ ഞങ്ങളുടെ ചൂഷണത്തിന് അന്ധവിശ്വാസം തകർന്നു പോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് പുരോഹിതന്മാർ, മുസ്ലിയാക്കന്മാർ രാജ്യത്ത് ഇസ്ലാഹി പ്രസ്ഥാനത്തിനെതിരെ പഠിക്കാൻ പാടില്ല, അക്ഷരാഭ്യാസം മലയാളം അത് പഠിക്കാൻ പാടില്ല, അത് വിശ്വാസികളുടെ ഭാഷയല്ല, നല്ല മലയാളം സംസാരിക്കൽ വിശ്വാസികൾക്ക് ഹറാമാണ്, നിഷിദ്ധമാണ്. ഇംഗ്ലീഷ് ഭാഷ അത് സത്യനിഷേധികളുടെ ഭാഷയാണ്, നരകത്തിൻ്റെ ഭാഷയാണ്, അത് പഠിക്കാൻ പാടില്ല എന്ന് പ്രചരിപ്പിച്ചു. 960കളിൽ വരെ ഈ പ്രചാരമായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത്. പൊന്നാനിയിൽ നിന്ന് മഹാനായ AP അബ്ദുൽ ഖാദർ മൗലവിയുടെ അടുക്കൽ അവിടെയുള്ള പ്രദേശവാസികളിൽപ്പെട്ട സ്കൂളിലുള്ള അധ്യാപകരും സ്കൂളിൻ്റെ മാനേജ്മെൻറ്റും ബഹുമാന്യനായ AP അബ്ദുൽ ഖാദർ മൗലവിയുടെ അടുക്കൽ വന്ന ഒരു കഥയുണ്ട്. മൗലവി പൊന്നാനിയിൽ ഒരു പ്രഭാഷണം നടത്തണം, എന്താണ് വിഷയം എന്ന് ചോദിച്ചപ്പോൾ ആ സ്കൂൾ അധ്യാപകരും സ്കൂളിൻ്റെ മാനേജ്മെൻറ്റും മഹാനായ AP അബ്ദുൽ ഖാദർ മൗലവിയുടെ മുമ്പിൽ വെച്ച വിഷയം മുസ്ലിമീങ്ങൾ പഠിക്കണം, അവർക്ക് അക്ഷര അഭ്യാസം ഉണ്ടാകണം, മലയാളം പഠിക്കണം, ഇംഗ്ലീഷ് പഠിക്കണം, മാതൃഭാഷ നല്ല നിലക്ക് സംസാരിക്കണം. അതിനുള്ള ഒരു വഅളാണ് പറയേണ്ടത്. മഹാനായ AP അബ്ദുൽ ഖാദർ മൗലവി അവിടെ പോയിട്ട് നടത്തിയ പ്രഭാഷണത്തിൽ മഹാനായ AP ഈ വിശുദ്ധ ഇസ്ലാമിൻ്റെ ചരിത്രം ഉദ്ധരിച്ചുകൊണ്ടാണ് വിശ്വാസികൾ അവിശ്വാസികളിൽ നിന്ന് അക്ഷരാഭ്യാസം പഠിച്ച കഥ പറഞ്ഞു. ബദർ യുദ്ധത്തിൽ ബന്ധനസ്ഥരായ അവിശ്വാസികളായ ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് മോചനദ്രവ്യമായിട്ട് ഹബീബായ പ്രവാചകൻ മോചനദ്രവ്യമായി
അവിടെ അവതരിപ്പിച്ചത് വിശ്വാസികൾക്ക് അക്ഷരം പഠിപ്പിക്കുക എന്നതാണ്. അറബികൾ അക്ഷരജ്ഞാനമുള്ളവർ വളരെ കുറവായിരുന്നു. ഇസ്ലാം വന്നതിനു ശേഷമാണ് അക്ഷരം പഠിച്ചത്. അവർ ഈ വിജ്ഞാനം നേടിയത്, അറിവ് നേടിയത്, അന്ധവിശ്വാസത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ടത് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയതിനു ശേഷമാണ്. ഹബീബായ പ്രവാചകന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിശുദ്ധ ഖുർആൻ ഓതിക്കൊടുക്കും, ആവർത്തിച്ച് ഓതിക്കൊടുക്കും. ഹബീബായ പ്രവാചകൻ മറന്നുപോകുമോ എന്ന് ഭയപ്പെട്ട് പ്രവാചകൻ ഇങ്ങനെ ആ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ ധൃതി കാണിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഓതിയപ്പോ വിശുദ്ധ ഖുർആൻ സൂറത്ത് ഖിയാമയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നൊരു സന്ദേശമുണ്ട്. ഹബീബായ പ്രവാചകനോട് പറയാണ്, നബിയെ, താങ്കൾ ധൃതി കാണിക്കേണ്ടതില്ല, താങ്കൾ പേടിക്കേണ്ടതില്ല. ഈ വിശുദ്ധ ഖുർആൻ പരിപൂർണമായി അങ്ങേക്ക് പഠിപ്പിച്ചു തരും എന്ന് മാത്രമല്ല, സുമ്മ ഇന്ന അലൈന ബയാന, ഈ വിശുദ്ധ ഖുർആനിന്റെ വിവരണം കൂടി റസൂലേ അങ്ങേക്ക് നാം പഠിപ്പിച്ചു തരും. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിശുദ്ധ ഖുർആൻ എന്ന വഹ്യ് മാത്രമല്ല നൽകിയത്, വിശുദ്ധ ഖുർആന്റെ വിവരണമായ സ്വഹിയായ ഹദീസുകൾ ഖുർആനിന്റെ വിവരണമാണ്, വിശദീകരണമാണ്. ആ വിശദീകരണം കൂടി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മഹാനായ പ്രവാചകന് പഠിപ്പിച്ചു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് സത്യവിശ്വാസികളായ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും പഠിപ്പിച്ചു. ഇന്നിപ്പോ നമ്മുടെ സദസ്സിൽ സഹോദരിമാര് ഒരു മറ കെട്ടി ആ മറയുടെ ഇപ്പുറത്താണ് ഇരിക്കുന്നത്. ഇവിടെയുള്ള അന്ധവിശ്വാസികളായ പുരോഹിതന്മാർ ആക്ഷേപിച്ചത് കൊണ്ട് മാത്രമാണ് ഹബീബായ പ്രവാചകന്റെ സദസ്സ്, പ്രവാചകന്റെ പള്ളിയിൽ മുന്നിൽ പുരുഷന്മാരായിരുന്നു ഇരുന്നത്, അതിൻ്റെ പിന്നില് കുട്ടികളായിരുന്നു ഇരുന്നിരുന്നത്. ആൺകുട്ടികൾ അതിൻ്റെ പിന്നിലിരിക്കും, സ്ത്രീകൾ അതിൻ്റെ ഏറ്റവും പിന്നിലിരിക്കും. ആ പിന്നിലിരുന്നു കൊണ്ടാണ് സ്ത്രീകൾ ഹബീബുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വിശുദ്ധ ഖുർആൻ പഠിച്ചത്. അങ്ങനെ പഠിക്കുന്നതിനിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്ത്രീകൾ വന്ന് ഒരു ആവലാതി ബോധിപ്പിച്ചു. റസൂലേ, ഞങ്ങൾക്ക് പുരുഷന്മാരുടെ ഇടയിൽ വെച്ച് പല കാര്യങ്ങളും ചോദിച്ചു പഠിക്കാൻ നാണമാണ് റസൂലേ, ലജ്ജയാണ് റസൂലേ. അതുകൊണ്ട് ഞങ്ങൾക്ക് മാത്രമായി, ഞങ്ങൾക്ക് ഒറ്റക്കായി ഒരു ദിവസം വിശുദ്ധ ഖുർആൻ പഠിക്കാൻ, മതത്തിൻ്റെ നിയമങ്ങൾ പഠിക്കാൻ, മതത്തിൻ്റെ കർമാനുഷ്ഠാനങ്ങൾ പഠിക്കാൻ, ഹറാമും ഹലാലും സ്ത്രീകളുമായി ബന്ധപ്പെട്ടത് മനസ്സിലാക്കാൻ റസൂലേ ഞങ്ങൾക്കൊരു ദിവസം നൽകണമെന്ന് പറഞ്ഞപ്പോൾ ഹബീബുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് നൽകിയ മറുപടി ഒരു ദിവസം അവർക്ക് നൽകുകയായിരുന്നു. പുരുഷന്മാരില്ലാതെ സ്ത്രീകൾക്ക് മാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ ചൊവ്വാഴ്ചയും റസൂലുള്ളാഹി സ്ത്രീകൾക്ക് മാത്രമായി വിശുദ്ധ ഖുർആന്റെ ക്ലാസ് എടുത്തു. അവരുടെ സംശയങ്ങൾ, അവരുടെ എല്ലാ വിധത്തിലുള്ള സംശയങ്ങളും മതപരമായിട്ട് അവർക്ക് ചോദിച്ചു പഠിക്കാൻ അവസരമുണ്ടാക്കി കൊടുത്തു. എന്നാൽ നമ്മുടെ പുരോഹിതന്മാർ നാട്ടില് സ്ത്രീകൾ അക്ഷരം പഠിക്കാൻ പാടില്ല, അവർ അക്ഷരം പഠിച്ചാൽ അവർ വഴിപിഴച്ചു പോകും, അവർ നരകത്തിലേക്ക് പോകും എന്ന് പറഞ്ഞപ്പോ കേരള നദ്വത്തുൽ മുജാഹിദീന്റെ പണ്ഡിതന്മാർ ഈ നാട്ടിൽ ഖുർആൻ ക്ലാസ് എന്നുള്ള ഒരു പാഠ്യ പദ്ധതി ആവിഷ്കരിച്ചു. ഖുർആൻ പഠിക്കാൻ പള്ളികളിൽ ഖുർആൻ ക്ലാസ്, മദ്രസകളിൽ ഖുർആൻ ക്ലാസ്, അങ്ങാടിയിൽ ഖുർആൻ ക്ലാസ്, വീടുകളിൽ ഖുർആൻ ക്ലാസ്. ഓരോ വിഷയത്തെ വെച്ച് ആ വിഷയത്തിലുള്ള വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ, ആ വിഷയത്തിലുള്ള മഹാനായ പ്രവാചകന്റെ വിശദീകരണമായ വസൂയത്തുകൾ, വാളുകൾ, സതുപദേശങ്ങൾ നമ്മുടെ സമൂഹത്തിൽ പഠിപ്പിച്ചു.
അങ്ങനെ അക്ഷരാഭ്യാസത്തിന് വേണ്ടി ധർമ്മസമരം ചെയ്ത് ആ അക്ഷരാഭ്യാസത്തിന്റെ അവസരമുണ്ടാക്കി കൊടുത്തത് കേരള നദ്വത്തുൽ മുജാഹിദീൻ പ്രസ്ഥാനമാണ് എന്നുള്ളത് നമ്മുടെ പുതിയ തലമുറ തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്ന് അക്ഷരം പഠിക്കാത്ത മുസ്ലിമീങ്ങളുണ്ടോ? ഇംഗ്ലീഷ് അറിയാത്ത മുസ്ലിമീങ്ങളുണ്ടോ? ഇംഗ്ലീഷ് വിദ്യാഭ്യാസമില്ലാത്ത മുസ്ലിമീങ്ങളുണ്ടോ? നമ്മുടെ മലപ്പുറം ജില്ല കേരളത്തിലെ മറ്റു ജില്ലകളെക്കാൾ ഉണർന്ന് വളർന്ന് പുരോഗതി പ്രാപിച്ച് അത്യുന്നതയിലേക്ക് പ്രവേശിക്കുകയാണ്. IT മേഖലയിൽ വരെ, ശാസ്ത്രീയ മേഖലയിൽ വരെ മുസ്ലിമീങ്ങൾ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ നമ്മുടെ ആളുകൾ ഭംഗിയായിട്ട് വളർന്നു വരുന്നു. അതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് കേരള നദ്വത്തുൽ മുജാഹിദീനാണ്. ഈ രാജ്യത്തെ മുസ്ലിമീങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടി ഇവിടെയുള്ള പുരോഹിതന്മാർ, മുസ്ലിയാക്കന്മാർ, പണ്ഡിതന്മാർ എന്ന് അവകാശപ്പെടുന്ന മൗലവിമാർ, മൊല്ലാക്കന്മാർ, അവർ പിന്തിരിപ്പന്മാരായി അക്ഷരം പഠിക്കാതെ എത്രമാത്രം സഹോദരങ്ങളെ മുസ്ലിമീങ്ങളെ നിങ്ങൾ ചികിത്സിക്കണമെന്ന് പഠിപ്പിച്ച ഹബീബായ പ്രവാചകന്റെ അത്യുന്നതമായ വസീയത്തുകൾ എടുത്തുദ്ധരിച്ച് എല്ലാ രോഗങ്ങൾക്കും മരുന്നുണ്ട്. ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹ് പഠിപ്പിച്ച ഒരു വചനമാണത്. എല്ലാ രോഗങ്ങൾക്കും മരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ മരുന്നുകൊണ്ട് ചികിത്സിക്കണം. മരുന്നുകൊണ്ടാണ് ചികിത്സിക്കേണ്ടത് എന്ന് ഹബീബായ പ്രവാചകൻ പഠിപ്പിച്ചത്. ഈ മുസ്ലിം ഉമ്മത്തിന്റെ മുമ്പിൽ മരുന്നുകൊണ്ടാണ് നിങ്ങൾ ചികിത്സിക്കേണ്ടത്. നിങ്ങൾ നൂല് കൊണ്ടല്ല, ഏലസ് കൊണ്ടല്ല, ഐക്കല്ല് കൊണ്ടല്ല, പിഞ്ഞാണം എഴുത്തുകൊണ്ടല്ല, മന്ത്രോച്ചാരണങ്ങൾ കൊണ്ടല്ല, മന്ത്രം ജപിക്കലല്ല. നിങ്ങൾ ചെയ്യേണ്ടത് മരുന്നുകൊണ്ട് ചികിത്സിക്കുകയാണ്. മരുന്നുകൊണ്ടാണ് നിങ്ങൾ ചികിത്സിക്കേണ്ടത് എന്ന് ഈ സമൂഹത്തെ പഠിപ്പിച്ചത് ഈ നവോത്ഥാന പ്രസ്ഥാനമായ മുജാഹിദ് പ്രസ്ഥാനമാണ്. മരുന്ന് കുടിച്ച് പലതരത്തിലുള്ള മരുന്നുകളുണ്ട്. അലോപ്പതിയുണ്ട്, ആയുർവേദിക്കുണ്ട്, ഹോമിയോപ്പതിക്കുണ്ട്, നാച്ചുറോപ്പതിയുണ്ട്, പലതരത്തിലുള്ള മരുന്നുകളുണ്ട്. ആ മരുന്നുകൾ കൊണ്ടൊക്കെ നമ്മളുടെ രോഗത്തിന് ചികിത്സിക്കാമെന്ന് ആ ചികിത്സ പഠിപ്പിച്ച പ്രസ്ഥാനമാണ് കേരള നദ്വത്തുൽ മുജാഹിദീൻ പ്രസ്ഥാനം. എന്നാൽ ആ മരുന്ന് കുടിക്കുന്നതോടൊപ്പം തന്നെ മഹാനായ പ്രവാചകൻ പഠിപ്പിച്ച അത്യുന്നതമായ സാഹോദര്യത്തിന്റെ ആദർശം കൂടി നമ്മൾ പഠിപ്പിച്ചു. ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്ത്. 6 കാര്യങ്ങൾ ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിന്റെ മേൽ ബാധ്യതയുണ്ട്. അതിൽപ്പെട്ട ഒരു കാര്യം എന്താണ്? രോഗം വന്നാൽ മരുന്ന് കൊണ്ട് ചികിത്സിക്കുന്നതിൻ്റെ കൂടെ ആ രോഗിയെ സന്ദർശിക്കണം. ആ രോഗിയെ സന്ദർശിക്കുന്നത് രോഗിയെ ബേജാറാക്കാനല്ല, വിഷമിപ്പിക്കാനല്ല, രോഗിക്ക് പ്രയാസമുണ്ടാക്കാനല്ല. എന്തേ പറ്റിയത്, എന്താണ് അല്ലാഹ് നിങ്ങളെങ്ങനെ പരീക്ഷിച്ചത് എന്ന് ചോദിച്ച് വേദനിപ്പിക്കാനല്ല. ആ രോഗിയുടെ അടുക്കൽ ചെന്ന് സമാശ്വാസം നൽകാൻ, സാന്ത്വനം നൽകാൻ, ആ രോഗിയുടെ രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥന നടത്താൻ. ആരാ രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്? ഒന്നാമത് പ്രാർത്ഥിക്കേണ്ടത് രോഗിയാണ്. രണ്ടാമത് പ്രാർത്ഥിക്കേണ്ടത് രോഗിയുടെ രക്തബന്ധുക്കളാണ്, രോഗിയുടെ കുടുംബക്കാരാണ്. അതിനുശേഷം പ്രാർത്ഥിക്കേണ്ടത് കൂട്ടുകാരും നാട്ടുകാരുമാണ്. മുഴുവൻ സത്യവിശ്വാസികളുടെയും സ്വർഗത്തിലേക്ക് പോകാനുള്ള പുണ്യകർമ്മമായിട്ട് രോഗസന്ദർശനവും രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയും പഠിപ്പിച്ചത് ഈ കേരള നദ്വത്തുൽ മുജാഹിദീൻ പ്രസ്ഥാനമാണ്. രാജ്യത്ത് അന്ധവിശ്വാസത്തിൻ്റെ അതിൻ്റെ കീഴിൽ അകപ്പെട്ട സമയത്ത് സത്യവിശ്വാസികളെ ഈ മഹാനായ പണ്ഡിതൻ AP അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞതുപോലെ ശൈത്താൻ കൂക്കുകൾ, ആ ശൈത്താന ഭയപ്പാടുകൾ, പേടികൾ, അതൊക്കെ ഇല്ലാതാക്കിയത് കേരള നദ്വത്തുൽ മുജാഹിദീൻ പ്രസ്ഥാനമാണ്.
മഹാനായ മുൻ മന്ത്രി ആര്യാടൻ മുഹമ്മദ് സാഹിബ് പ്രസംഗിക്കാറുണ്ട്. ഇവിടെയുള്ള എല്ലാവിധ തട്ടിപ്പുകളും ചൂഷണങ്ങൾക്കും അറുതി വരുത്തിയത് കേരള നദ്വത്തുൽ മുജാഹിദീന്റെ നവോത്ഥാന സംരംഭങ്ങളായിരുന്നു എന്ന് പല സമയങ്ങളിലും പ്രസംഗിക്കാറുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം ഒരു തമാശ പറയും. കരണ്ട് വന്നു, ഈ നവോത്ഥാന പ്രസ്ഥാനമായ മുജാഹിദുകളും വന്നു, അതോടുകൂടി ഇവിടെയുള്ള ചെകുത്താനെ കുറിച്ചുള്ള പേടി പോയി എന്ന് മഹാനായ ആര്യാടൻ മുഹമ്മദ് മന്ത്രി സംസാരിക്കുന്നത് പല വേദികളിലും ഞാൻ കേട്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ആ അന്ധവിശ്വാസം, ചെകുത്താനെ കുറിച്ചുള്ള ഭയപ്പാട്, ഹബീബായ പ്രവാചകൻ പഠിപ്പിച്ച സന്ദേശമുണ്ട്. ചെകുത്താനുണ്ട്, ചെകുത്താന്റെ വസുവാസുകളുണ്ട്, ചെകുത്താന്റെ ദുർമന്ത്രണങ്ങളുണ്ട്, ചെകുത്താന് പലതരങ്ങളിലുള്ള പ്രവർത്തനങ്ങളുണ്ട്. എന്നാൽ ഹബീബായ പ്രവാചകൻ സമാധാനമാണ്, ശാന്തിയാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. ആ ചെകുത്താന്റെ ഉപദ്രവത്തിൽ നിന്ന് സത്യവിശ്വാസികൾ അവർ മോചിതരാണ്. എങ്ങനെയാണ് റസൂൽ അത് പഠിപ്പിച്ചത്? ബിസ്മില്ലാ അല്ലദീ ലാ യദുറു മാ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ. ബിസ്മി ചൊല്ലിയാൽ വാനലോകത്ത് നിന്നോ ഭൂമി ലോകത്ത് നിന്നോ പിന്നീട് ഒരു ഉപദ്രവവും ഉണ്ടാവുകയില്ല. ഒരു ചെകുത്താന്റെ ഉപദ്രവവും പിന്നീട് ആ വിശ്വാസിക്കുണ്ടാവുകയില്ല. ബിസ്മി ചൊല്ലാത്ത മുസ്ലിമുണ്ടോ? സുബഹിന് നാം എഴുന്നേറ്റാൽ ആദ്യമായിട്ട് നാം വുളു ചെയ്യുന്നു. ആ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ ബിസ്മി ചൊല്ലിയിട്ടാണ് എഴുന്നേൽക്കുക. ബിസ്മിക്കല്ലാ അഹിയാ വ അമൂത്ത്, അല്ലെങ്കിൽ പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലും. ആ പ്രാർത്ഥന ചൊല്ലി നാം വുളു ചെയ്യുമ്പോൾ ബിസ്മില്ല എന്ന് പറയും. അത് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുമ്പോൾ 4 പ്രാവശ്യം ബിസ്മി ചൊല്ലും. അത് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പുറത്തു ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, നാം അല്ലാഹുവിൽ ഭരമേൽപ്പിച്ച് ബിസ്മി ചൊല്ലി പുറത്തിറങ്ങും. പള്ളിയിൽ പോയി നമസ്കരിക്കുമ്പോൾ വീണ്ടും 4 തവണ ബിസ്മി ചൊല്ലും. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ല എന്ന് പറയും. ഒരു സത്യവിശ്വാസി ജീവിതത്തിൽ ഒരു ദിവസത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 50 തവണയെങ്കിലും ബിസ്മി ചൊല്ലാതിരിക്കില്ല. ആ ബിസ്മി ചൊല്ലിയാൽ പിന്നെ ചെകുത്താൻ ഒരു ഉപദ്രവവുമില്ല എന്ന് ഹബീബായ പ്രവാചകൻ സമാധാനത്തിന്റെ, ശാന്തിയുടെ, സന്തോഷത്തിന്റെ ആ സംഗതിയാണ് പഠിപ്പിച്ചത്. അതേ രൂപത്തിൽ പ്രവാചകൻ പഠിപ്പിച്ചു. എന്താണ് പഠിപ്പിച്ചത്? സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ, മുഅവ്വദതൈനി പാരായണം ചെയ്താൽ, ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ, സൂറത്തുൽ ബഖറ ഓതിയാൽ ആ വീട്ടിലേക്ക് തന്നെ ചെകുത്താന് പ്രവേശനമില്ല. അങ്ങനെ നിർഭയത്വമാണ്, അഭയമാണ് പഠിപ്പിച്ചത്. ഇവിടുത്തെ ഖുറാഫികളാണ് ചെകുത്താൻ കൂക്കും, ചെകുത്താൻ കൂടലും, ചെകുത്താന്റെ ഏർപ്പാടും, ചെകുത്താന്റെ രോഗം വരുത്തലും. ഇതിൽ നിന്നെല്ലാം ഈ മുസ്ലിം ഉമ്മത്തിന് സമാധാനവും ശാന്തിയും നൽകിയത് ഈ കേരള നദ്വത്തുൽ മുജാഹിദീൻ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഈ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ കൂടെ ഒരുമിച്ച്, ഒന്നിച്ച്, ഐക്യത്തോടെ, സ്നേഹത്തോടെ നാം നിലകൊള്ളുക. ചൂഷണങ്ങൾക്ക് നമ്മൾ ഒരിക്കലും തന്നെ വശം വതരാകാതിരിക്കുക, അതിൻ്റെ കീഴ്പ്പെടാതിരിക്കുക. നാം ചെയ്യേണ്ടത് അള്ളാഹുവിലുള്ള ദൃഢമായ വിശ്വാസമാണ്, അള്ളാഹുവിനെ ഭരമേൽപ്പിക്കലാണ്, അള്ളാഹു സംരക്ഷിക്കുമെന്നുള്ള അടിയുറച്ച വിശ്വാസമാണ് ഹബീബായ പ്രവാചകൻ സത്യവിശ്വാസികൾക്ക് നൽകിയത്. അതുകൊണ്ട് സത്യവിശ്വാസികൾ അവർ ഒരിക്കലും തന്നെ ദുർബലരല്ല, അശക്തരല്ല, തളരില്ല, തകരില്ല, അവർക്ക് ഭയപ്പാടുകളില്ല. അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിൽ അള്ളാഹു സംരക്ഷിക്കും, അള്ളാഹു താങ്ങാണ്, തണലാണ്, സുരക്ഷയാണ് എന്നുള്ള
ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ വിശ്വാസം, ആ വിശ്വാസത്തിൽ ഉമ്മമാരെ, ഉപ്പമാരെ, ആ വിശ്വാസത്തിൽ യുവാക്കളെ, യുവതികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, പൊന്നുമക്കളെ, ആ വിശ്വാസത്തിൽ നാം അടിയുറച്ചു നിന്നാൽ ജീവിതത്തിൽ യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളുമില്ലാതെ ഹബീബായ പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ 70,000 ആളുകൾ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പോകുമെന്ന് പഠിപ്പിച്ച ആ ഏകദൈവ വിശ്വാസികളായ മുഖലിസുകളായ മുവഹിദുകളായി മുജാഹിദുകളായി ജീവിക്കുക അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.